നമസ്കാരം. മൈൻഡ് ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ അബ്രഹാം, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം ഓവർ തിങ്കിങ് എന്നുള്ള അമിതമായ ചിന്ത. അതിൻ്റെ പ്രത്യേകത ചിന്തകൾ വളരെ വർദ്ധിക്കുകയും കുറച്ച് മാത്രം നടപടികൾ സ്വീകരിക്കുകയും സൊല്യൂഷൻ കണ്ടെത്തുവാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേരുക. മനസ്സിൻ്റെ സമ്മർദ്ദത്തോടുള്ള പ്രതികരണമാണ് അമിതമായ ചിന്ത എന്നുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വൈകാരികമായ കാര്യങ്ങളെക്കുറിച്ചോ പ്രശ്നത്തെക്കുറിച്ചോ ചിന്തിക്കുക. അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും വൈകാരികമായോ ഏതെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ചോ ചിന്തിക്കുക. അതിന് പരിഹാരം കാണാൻ കഴിയാത്ത നിലയിൽ അത് ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതിനെയാണ് അമിതമായ ചിന്ത എന്ന് പറയുന്നത്. അമിതമായ ചിന്തയ്ക്ക് യഥാർത്ഥത്തിൽ അടിസ്ഥാനം യുക്തിയോ മറ്റൊന്നുമല്ല, മറിച്ച് വസ്തുതകളോ അല്ല, മറിച്ച് തോന്നലുകളും ഊഹാപോഹങ്ങളുമാണ് ഈ ചിന്തകളുടെ അടിസ്ഥാനം. അമിതമായ ചിന്തയുടെ ചില പ്രത്യേകതകളൊന്ന്, നിർത്താൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുക, കഴിഞ്ഞകാല സംഭവങ്ങൾ മനസ്സിൽ ആവർത്തിച്ച് കാണുക, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക, ചിന്തകൾക്ക് നിയന്ത്രണം നഷ്ടമാകുകയും ചിന്തിച്ച് തളർന്നു പോവുകയും ചെയ്യുക എന്നിവയാണ് ഇവയുടെ പ്രത്യേകതകൾ. വസ്തുതകളുടെ അടിസ്ഥാനമില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. തോന്നലുകളും ഊഹാപോഹങ്ങളുമാണ് ഈ ചിന്തകളുടെ അടിസ്ഥാനം. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുക, സംഭാഷണങ്ങൾ ആവർത്തിക്കുക, എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു, അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നോർത്ത് വ്യാകുലപ്പെടുക, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നോർത്ത് വ്യാകുലപ്പെടുക, ഞാൻ കുറച്ച് കൂടെ വ്യത്യസ്തമായി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിരുന്നു, പ്രവർത്തിക്കേണ്ടതായിരുന്നു എന്ന് ഓർത്ത് ആകുലപ്പെടുക. ഈ ഊഹാപോഹങ്ങളും തോന്നലുകളും ദുഃഖം, സങ്കടം, വിഷാദം എന്നിവയിലേക്ക് ലിങ്ക് ചെയ്യുക. രണ്ടാമത്, ഭാവിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക. തെറ്റായ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും, ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും, ഈ ചിന്തകൾ ഭയം, ആകുലത എന്നിവയിലേക്ക് ലിങ്ക് ചെയ്ത് ഓർത്ത് വിഷമിക്കുക. കഴിഞ്ഞകാല പരാജയങ്ങളിൽ നിന്ന് പുതിയ പാഠം ഉൾക്കൊള്ളുകയും അവയെ തിരുത്തലുകൾക്ക് വിധേയമാക്കുകയും ചെയ്ത് പുതിയ ചുവടുവെപ്പുകൾ നടത്തി ഭാവിയെ നല്ല രീതിയിൽ നേരിടുവാൻ തയ്യാറാകുന്നതിന് പകരമായി സൊല്യൂഷൻ കണ്ടെത്തുവാൻ ഒരിക്കലും കഴിയാത്ത നിലവാരത്തിൽ ചിന്തകളെ കൊണ്ടുപോവുക. അമിതമായ ചിന്ത അനാരോഗ്യകരമാണ്. അത് സ്ട്രെസ് വർദ്ധിപ്പിക്കുന്നതാണ്, ആൻസൈറ്റി വർദ്ധിപ്പിക്കും, ക്രിയാത്മകമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു, തീരുമാനശേഷിയെ ബാധിക്കുന്നു, ഉറക്കത്തെ ബാധിക്കുന്നു, മാനസികമായി ക്ഷീണിപ്പിക്കുന്നു. ശാരീരികമായി ഇവയുടെ ലക്ഷണങ്ങൾ തലവേദന, ഹൃദയമിടിപ്പ്, നെഞ്ചിൽ പിരിമുറുക്കം തോന്നുക, ഭാരം തോന്നുക എന്നിവ ഇതിൻ്റെ ശാരീരികമായിട്ടുള്ള ചില ലക്ഷണങ്ങളാണ്. പ്രത്യേകിച്ച് അമിതമായ ചിന്തയുടെ പ്രത്യേകത മുൻപോട്ട് പോകാൻ കഴിയാതെ മനസ്സൊരിടത്ത് ഉറച്ചു പോവുക. അമിത ചിന്തയുടെ കാരണങ്ങൾ പിഴവുകൾ വരുത്തുമോ എന്ന ഭയം, തിരസ്കരണ ഭയം, റിജക്ഷൻ, ഫിയർ ഓഫ് റിജക്ഷൻ, പെർഫെക്ഷനിസം, പരിപൂർണതാവാദം, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ മാനസികമായ ആഘാതം, ആത്മവിശ്വാസക്കുറവ്, വ്യക്തതയില്ലായ്മ, അമിത മാനസിക സമ്മർദ്ദം എന്നിവയാണ് അമിത ചിന്തയുടെ കാരണങ്ങൾ. ഇതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. തലച്ചോറിൻ്റെ മനസ്സിൻ്റെ ശീലമായി അമിത ചിന്ത മാറും. അമിത ചിന്ത മാനേജ് ചെയ്യാൻ ആദ്യം അതിൻ്റെ സൈക്കിൾ അല്ലെങ്കിൽ ലൂപ്പ് തടസ്സപ്പെടുത്തുക, ഇൻ്ററപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെർവസ് സിസ്റ്റം ശാന്തമാക്കുക, മനസ്സിനെ വഴിതിരിച്ചു വിടുക. ചിന്തയിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് മനസ്സിൻ്റെ ചിന്തകളെ മാറ്റിയാൽ കുറച്ചുകൂടെ കാര്യമായി നമുക്കതിൻ്റെ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. മനസ്സ് അമിതമായ ചിന്തയിലേക്ക് വഴുതി വീണ് ഇഴയാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ കണ്ണി തകർക്കുവാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, അല്പ ഉച്ചത്തിൽ ശാന്തമായി പൂർണ്ണമായും ഉറച്ച തീരുമാനത്തോടെ സ്റ്റോപ്പ് എന്ന് ഉച്ചത്തിൽ പറയുക. രണ്ടാമത്, വിരലുകളിൽ ഞൊട്ടയിടുക. മൂന്നാമത്, കൈയടിക്കുക. ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അടുത്തത്, എഴുന്നേറ്റ് നിൽക്കുക. ശാരീരികമായ നിലകൾക്ക് മാറ്റം വരുത്തുക. ചെറിയൊരു നടത്തം എന്നിവ വളരെയേറെ പ്രയോജനം ചെയ്യും. കാരണം ഇവയിലൂടെ ചിന്തകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മനസ്സിൻ്റെ നില മാറുന്നത് കൊണ്ട് ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ, ലൂപ്പ് ബ്രേക്ക് ചെയ്യുവാൻ കഴിയും. അടുത്തത്, ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്ന് ചിന്തകളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ആസ്ക് യുവർ സെൽഫ്. സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക.
ഈ ചിന്തയുടെ അടിസ്ഥാനം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണോ അതോ തോന്നലുകളുടെ അടിസ്ഥാനപ്പെട്ടുള്ളതാണോ? ഈ ചിന്തകൾ കൊണ്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെങ്കിലും തെളിവ് ഈ ചിന്തയ്ക്ക് അടിസ്ഥാനമായുണ്ടോ? ഞാൻ പ്രശ്നം സങ്കീർണമാക്കുകയാണോ എന്നീ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനോട് തന്നെ നാം ചോദിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ അനാവശ്യ ചിന്തകളെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ അതിൻ്റെ വൈകാരിക തീവ്രത കുറയും. രണ്ടാമത്തേത്, നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റുക എന്നുള്ളതാണ്. അതിന് 5 കാര്യങ്ങൾ നിങ്ങൾ കാണുക, നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് ഓർക്കാൻ ശ്രമിക്കുക. 5 കാര്യങ്ങൾ. 4 കാര്യങ്ങൾ സ്പർശിച്ചറിയുക, എന്നിട്ട് അവ ഓർക്കാൻ ശ്രമിക്കുക. 3 കാര്യങ്ങൾ കേൾക്കുക, എന്നിട്ട് അവ ഓർക്കാൻ ശ്രമിക്കുക. 2 കാര്യങ്ങൾ സ്മെല്ല് ചെയ്യുക, എന്നിട്ട് അവ ഓർക്കാൻ ശ്രമിക്കുക. 1 കാര്യം രുചിച്ചറിയുക, എന്നിട്ട് അവ ഓർക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ അമിത ചിന്തയിൽ നിന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുവരുവാൻ സഹായിക്കും. അടുത്ത ഒരു ടെക്നിക്കാണ് അമിത ചിന്തയെ മാനേജ് ചെയ്യാനുള്ളത്, എഴുതുക എന്നുള്ളത്. ചിന്തകൾ ബാഹ്യമായ നിലയിൽ നിന്നുള്ളതല്ല, ആന്തരികമായ ഒന്നാണ് ചിന്തകൾ. അപ്പോൾ അമിത ചിന്ത ആന്തരികമായി ഉണ്ടാകുന്നതാണ്. എഴുതുമ്പോൾ മനസ്സ് ശാന്തമാകുകയും മനസ്സ് സംഘടിതമാകുകയും ചെയ്യും. കുറച്ചുകൂടെ ലോജിക്കിലേക്ക് മാറും എഴുതാൻ തുടങ്ങുമ്പോൾ. കാരണം ചിന്തിച്ച് മാത്രമേ എഴുതാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി ലോജിക്കിലേക്കും റീസണിങ്ങിലേക്കും നമ്മുടെ ചിന്തകൾ മാറും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിയായ നിലയിലുള്ള ഫീലിങ്ങുകളെക്കുറിച്ചായിരിക്കും നാം എഴുതാൻ ശ്രമിക്കുന്നത്. പ്രധാനമായും 2 രീതിയിൽ എഴുതാം. ഒന്ന്, ഘടനയില്ലാതെ മനസ്സിൽ വരുന്നതെല്ലാം എഴുതുക. രണ്ടാമത്, പ്രോബ്ലം സോൾവിങ് ഷീറ്റ് എന്ന പേരിൽ ഒരു പേപ്പർ എടുത്ത് അതിനകത്ത് എഴുതുക. എന്താണ് പ്രശ്നമെന്ന് എഴുതണം. എൻ്റെ നിയന്ത്രണത്തിൽ ഉള്ളതെന്താണെന്ന് എഴുതണം. എന്ത് നടപടി എനിക്ക് അതിൽ എടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് എഴുതണം. എൻ്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്തത് എന്താണെന്ന് എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ മാനസികമായ ആ ശബ്ദവും തീവ്രതയും കുറയും, ചിന്തകളിലെ തീവ്രത കുറയും. അടുത്ത ഒന്ന്, വിഷമമുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ഒരു പ്രത്യേക സമയം വയ്ക്കുക. വൈകിട്ട് 7 മുതൽ 7:10 വരെയാണ് എനിക്ക് വിഷമമുള്ള കാര്യങ്ങൾ, പ്രയാസമുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ വെച്ചിരിക്കുന്ന സമയം. അങ്ങനെ നമ്മൾ നിജപ്പെടുത്തുക. നമുക്കിഷ്ടമുള്ള സമയം വയ്ക്കാം. ഞാൻ ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ വിഷമമുള്ള ആകൃതിയുള്ള ചിന്തകൾ ഉള്ളിൽ വരുമ്പോൾ നമ്മോട് തന്നെ നാം പറയുകയാണ്, ഇന്ന് വൈകിട്ട് 7 മുതൽ 7:10 വരെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചിന്തിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുക. അത് നമ്മളോട് തന്നെ പറയുക. പഠനങ്ങൾ കാണിക്കുന്നു, ഈ തോന്നലുകൾ, ഊഹാപോഹങ്ങൾ, അവ ഇങ്ങനെ നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ തീവ്രത കുറയുകയും തീവ്രത നഷ്ടപ്പെടുകയും ചെയ്യുന്നതിനാൽ അതിൽ നിന്ന് നമുക്കൊരു റിലീഫ് കിട്ടുവാൻ അങ്ങനെയുള്ള തീരുമാനങ്ങൾ നിമിത്തമായി സാധ്യതയുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒന്ന്, അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത. വാട്ട് ഇഫ്. അപ്പം അങ്ങനെ സംഭവിച്ചാൽ പോസിറ്റീവായിട്ട് ചിന്തയിലേക്ക് മാറ്റാനുള്ള മാർഗം, അങ്ങനെ സംഭവിച്ചാൽ ഞാനത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും എന്ന് ചിന്തിച്ച് ആ ചിന്തയെ പോസിറ്റീവാക്കി മാറ്റുക. പരിഹാരത്തിൻ്റെ ചിന്തയിലേക്ക് വഴിതിരിച്ചു വിടുക. ഫിസിക്കൽ ആക്ടിവിറ്റി, ശാരീരിക ചലനങ്ങൾ മാനസിക ചിന്തകളെ കുറയ്ക്കുവാൻ സഹായിക്കും. പ്രത്യേകിച്ച് ഒരു 10 മിനിറ്റ് നടക്കുക, ശരീരത്തിൻ്റെ കൈയും കാലുകളുമൊക്കെ സ്ട്രെച്ച് ചെയ്യുക, അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. മനസ്സിൻ്റെ തെറ്റായ ചിന്തകളെ മാറ്റി ശരിയായ നിലയിൽ കൊണ്ടുവരുവാൻ ഇവ സഹായിക്കുന്നതാണ്. അമിതമായ വിവരങ്ങൾ അറിയുന്നത് കുറയ്ക്കുക. അമിതമായ ഫോൺ ഉപയോഗം, കൂടുതൽ ന്യൂസ് കാണുന്നത്, അതുപോലെ തന്നെ അമിതമായ വായനകൾ, അങ്ങനെ കൂടുതൽ വിവരങ്ങൾ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ മാനസിക സമ്മർദ്ദം കൂട്ടാനും മനസ്സിൻ്റെ ചിന്തകളുടെ വ്യാപാരങ്ങൾ കുറച്ചുകൂടെ തീവ്രതയിലാകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടത് കുറയ്ക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല, നമ്മളൊരു കാര്യം തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുമ്പോൾ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കൃത്യമായ ഐഡിയ സൂക്ഷിച്ചുകൊണ്ട് മാത്രം ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ പോവുക.
കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒത്തിരി കൺഫ്യൂസ് ആകുക, ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽപ്പെടുക എന്നൊക്കെ ഉള്ളത് ചിലർക്കൊക്കെയുള്ള പ്രയാസമാകാം. അതുകൊണ്ട് കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി മാത്രം കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവുക. അതുപോലെ തന്നെ ജീവിത പശ്ചാത്തലം ലഘൂകരിക്കുക. ഒരുപാട് കാര്യങ്ങൾ ചിന്തയിൽ വരുന്നത് തടയാൻ ശ്രമിക്കുക. അടുത്ത ഒന്നാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണത്. അത് പരിശീലിക്കുക. അത് പല നിലകളിലുണ്ട്, സിമ്പിൾ ടെക്നിക്കായിട്ടുള്ളതുണ്ട്, അത് പരിശീലിക്കുക. മൈൻഡ്ഫുൾനെസ് എക്സസൈസ് ചെയ്യുമ്പോൾ അത് പ്രധാനമായിട്ട് ഇത് ബ്രീത്തിങ് ആണ് പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത്. ഒന്ന്, സുരക്ഷിതമായി വളരെ കംഫർട്ടബിളായി ഒരിടത്ത് ഇരിക്കുക, നടു നിവർത്തി തോളുകൾ വളരെയേറെ ഫ്രീ ആക്കി റിലാക്സ് ചെയ്ത് ഒരിടത്ത് ഇരിക്കുക, കണ്ണുകളെ അടയ്ക്കുക, ബ്രീത്തിങ്ങിൽ മാത്രം നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യുക. 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് 2 സെക്കൻഡ് ഉള്ളിൽ നിർത്തി 6 സെക്കൻഡ് കൊണ്ട് അത് പുറത്തേക്ക് വിടുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളെ നാം തിരികെ പിടിക്കാൻ തുടങ്ങുന്നു, മനസ്സിനെ തിരികെ പിടിക്കാൻ തുടങ്ങുന്നു. അമിതമായ ചിന്ത നമ്മളെ വിട്ട് മാറുകയും മനസ്സ് നിയന്ത്രണത്തിലാകുകയും ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ അന്നേരം ഉള്ളിലുണ്ടാകുന്ന ഫീലിങ്ങുകളെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട, അത് ഫ്രീ ആയിട്ട് വിട്ടേക്കുക. അങ്ങനെ ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തലച്ചോറ് റിലാക്സ് ആവുകയും തെറ്റായ ചിന്തകളിലെ കണ്ണി പൊട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിൽ കുറഞ്ഞു വരുന്നു, അതിൻ്റെ തീവ്രത കുറയുന്നു. അത് കുറേശ്ശെയായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ നമുക്കതിനെ മാനേജ് ചെയ്യാൻ കഴിയും. ഒരിക്കലും പരിഹാരം കാണാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നാം നമ്മുടെ ആയുസ് ചിന്തിച്ച് പാഴാക്കരുത്. ഒരിക്കലും പരിഹാരം കാണാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ആയുസ് പാഴാക്കരുത്. അതിൻ്റെ വൈകാരിക തീവ്രതകൾ നമ്മുടെ ജീവിതം ഹോമിക്കാനിടയാകരുത്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുകയും എന്നാൽ ഭാവി ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ നന്നായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി നമുക്ക് ഉയരങ്ങളിലെത്തുവാൻ കഴിയും. ചിന്തകൾ നമ്മെ പുറകോട്ട് വലിക്കുവാൻ, ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് സ്വതന്ത്രരാകാം. ചിന്തകൾ ഫലപ്രദമായി ചിന്തിച്ച് ജീവിതത്തിൻ്റെ വിജയത്തിലേക്കും ഉയരങ്ങളിലേക്കും തുടർ നടപടികൾ എങ്ങനെ സ്വീകരിക്കണം, പരിഹാരം എങ്ങനെ കണ്ടെത്തണം എന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുന്നവരായി നമുക്ക് മാറാം. അതിനായി നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാം. അമിത ചിന്ത നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന, പരിഹാരം കാണാൻ കഴിയാത്ത, ആവർത്തിച്ചുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന ചിന്തകളെ ഒഴിവാക്കാം. അതിനെ നമുക്ക് ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ച് മാനേജ് ചെയ്യാൻ കഴിയട്ടെന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നന്ദി, നമസ്കാരം.